ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞവര് ഇന്ന് ജനുവരി 6-ാം തീയതിയാണ് സഭയില് ദനഹ തിരുനാൾ ആചരിക്കുന്ന ദിവസമാണ്, ആഘോഷിക്കുന്ന ദിവസമാണ്. തിരുനാളിന്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും സ്നേഹപൂർവ്വം ആദ്യമേ തന്നെ നേരുകയാണ്. ദനഹ തിരുനാൾ ആയതുകൊണ്ട് തന്നെ ദനഹ എന്ന വാക്കിന്റെ അർത്ഥം പ്രത്യക്ഷീകരണം എന്നുള്ളതാണ്. ഈശോ തന്റെ ദൈവത്വം പ്രത്യക്ഷപ്പെടുത്തുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അത് പ്രത്യക്ഷപ്പെടുന്നു. അതിനെയാണ് ദനഹ എന്നുള്ള വാക്ക് ആ തിരുനാള് യോജിപ്പിക്കുന്ന അല്ലെങ്കിൽ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ വായിച്ചതായിട്ട് സുവിശേഷ ഭാഗം ഈശോയുടെ മാമോദീസ ആ വേളയിലുള്ള ആ ഭാഗങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: ഈശോ സ്നാപയോനന്റെ പക്കൽ നിന്നും മാമോദീസ സ്വീകരിക്കാനായിട്ട് സ്നാപയോനന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പൊ സ്നാപയോനൻ എന്ത് പറയുന്നു? സ്നാപയോനൻ വളരെ എളിമയോടുകൂടി ഈശോയോട് പറയുകയാണ്, ഞാൻ നിന്നിൽ നിന്നാണ് സ്നാനം സ്വീകരിക്കേണ്ടത്, അപ്പൊ നീ എൻ്റെ അടുത്ത് നിന്ന് സ്നാനം സ്വീകരിക്കുന്നത് അത് ശരിയല്ല. ശരിക്കും യുക്തി വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ, റീസൺ വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ ശരിക്കും ഞാൻ അങ്ങിൽ നിന്നാണ് മാമോദിസ സ്വീകരിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയാണ് ഈശോ നീ എന്നിൽ നിന്നും സ്നാനം സ്വീകരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഈശോ പറയുന്ന മനോഹരമായിട്ടുള്ളൊരു വചനമുണ്ട്. അവിടെ ഇപ്രകാരം പറയുകയാണ്: ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. സ്നാപയോനൻ അതനുസരിച്ച് പ്രവർത്തിക്കുന്നു, അപ്പോൾ അത് സമ്മതിക്കുന്നു. അങ്ങനെ സ്നാപയോനൻ ദൈവത്തിന്റെ മഹത്വം ദർശിക്കുകയാണ്. സ്നേഹമുള്ളവർ, ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾ മുന്നോട്ട് ജീവിച്ചു പോകുമ്പോൾ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ റീസൺ വെച്ച് ചിന്തിക്കുമ്പോൾ ഇതെന്താണ് ദൈവം ഇങ്ങനെ പ്ലാൻ ചെയ്തത്, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയല്ലല്ലോ വരേണ്ടത് അല്ലെങ്കിൽ വരേണ്ടിയിരുന്നത് എന്നൊക്കെ നമുക്ക് തോന്നാം. നമ്മുടെ റീസൺ വെച്ച് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചില കാര്യങ്ങളൊക്കെ ദൈവം ഒട്ടും റീസണബിൾ ആയിട്ടല്ല പ്രവർത്തിക്കുന്നത് എന്നൊക്കെ നമുക്ക് തോന്നാം. ഈ ഒരു വചനം നമ്മുടെ മനസ്സിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. ഏതാണ്? ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. ചില സമയങ്ങളിൽ ഒട്ടും റീസണബിൾ അല്ല എന്ന് തോന്നുന്ന ദൈവത്തിന്റെ ചില ഡിസിഷൻസ്, ചില തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് പ്രാവർത്തികമാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ ജീവിതത്തിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ മഹത്വം നമ്മൾ ദർശിക്കുമെന്ന് ഇന്നത്തെ സുവിശേഷമായി നമ്മൾ ഓർമ്മിക്കുകയാണ്. സ്നേഹമുള്ളവരെ, സ്നാപയോനനെ പോലെ ദൈവത്തിന്റെ ഹിതം ഏറ്റെടുത്ത് അത് പ്രാവർത്തികമാക്കാനുള്ള ഒരു ചങ്കുറപ്പിനും ഒരു വിശ്വാസത്തിനുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്